മാസ്റ്റർ ഗെയിമിംഗ് ഫർദീൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഗെയിമിംഗ് 3D ആന വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ ചീക്ക് അടിച്ചു കൊടുത്താൽ കിട്ടത്തില്ല. നമ്മൾ ഒരു ആപ്പ് കയറ്റേണ്ടതുണ്ട്. അത് കയറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചീറ്റ് കോഡ് എടുക്കാൻ ഒക്കത്തുള്ളൂ. അതുപോലെ ആന മാത്രമല്ല, നമ്മുടെ സ്വിഫ്റ്റ് കാറ്, അതുപോലെ കിഡ്നാപ്പേഴ്സിൻ്റെ വണ്ടി, ഒമ്നി, പിന്നെ ട്രാക്ടർ, ഇതുപോലത്തെ കുറച്ച് വണ്ടികളും കുറച്ച് ആനിമൽസും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇപ്പം പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് അറിയാം ചാലഞ്ചസിൻ്റെ മണ്ടയ്ക്കായി പ്ലഗിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിൽ നമ്മൾ കയറിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ IBD 3D പ്ലഗിൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ ചെല്ലുക. അവിടെ ചെന്നിട്ട് ഇന്ത്യൻ ബൈക്ക് ഗെയിമിംഗ് പ്ലഗിൻ ആപ്പ് എന്ന് സെർച്ച് ചെയ്തവിടുത്തെ കിട്ടും. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഉണ്ട്. നമ്മളിനി ആപ്പ് എടുക്കുക. ഇവിടെ നമുക്കിനി 3 ഓപ്ഷൻസ് ഉണ്ട്: വെഹിക്കിൾസ്, ആനിമൽസ്, ചീറ്റ് കോഡ്സ് നോക്കി നമുക്ക് ഇതേപോലെ ഇപ്പം നിലവിലുള്ള വണ്ടികളുടെയൊക്കെ ചീറ്റ് കോഡ്സ് ആണ്. ബൈക്കിൻ്റെ ഇല്ല, കാറിൻ്റെയും ബാക്കി വണ്ടികളുടെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആനിമൽസിന് എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രാഗൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സ്നേക്ക് മോൺസ്റ്ററിൻ്റെ ഉണ്ട്, ഈഗിൾ മോൺസ്റ്ററിൻ്റെ ഉണ്ട്, എലിഫൻറ്റിൻ്റെ ഉണ്ട്, ബഫലോയുടെ ഉണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ വെഹിക്കിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ റോക്കി ബായുടെ വണ്ടിയുണ്ട്. പിന്നെ ഈ വണ്ടി ഇങ്ങനെ ചരിഞ്ഞടക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ ഒമിനി ഉണ്ട്, പിന്നെ നമ്മുടെ പുതിയ മോഡൽ സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ വേറൊരു ട്രാക്ടർ മുതലുള്ള വണ്ടിയുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതെങ്ങനെ എടുക്കണമെന്ന് നോക്കാം. ഞാനിപ്പം തൽക്കാലം റോക്കി ബായുടെ വണ്ടി എടുക്കുകയാണ്. നമ്മൾ സെലക്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇവിടെ KGF ബൈക്ക് സെലക്റ്റഡ്, നൗ ഓപ്പൺ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിംഗ് ആൻഡ് ഗോ ടു ദ പ്ലഗിൻ ഇൻസ്റ്റാൾ എന്ന് നടത്തിയപ്പോൾ കാണും. ഇനി നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയിലോട്ട് പോകാം. നമ്മളിനി ഇന്ത്യൻ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലഗിൻ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് നടപ്പം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. പ്ലീസ് വെയിറ്റ്, ഇത് കാണിക്കും. ഇനി ഇവിടെ ലോഡഡ് ഫയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് എടുത്ത് കളിക്കാൻ തുടങ്ങാം. ഓക്കെ, ലോഡഡ് ഫയൽ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്ക് എടുക്കുക. ഓക്കെ, നമുക്ക് റോക്കി ബായുടെ വണ്ടിയുടെ ചീറ്റ് കോഡ് ഒന്ന് അടിച്ചു നോക്കാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ റോക്കി ബായുടെ വണ്ടി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് റൈഡിന് പോയി നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ വണ്ടിയും ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ വണ്ടി ഞാൻ ഡൗൺലോഡ് ചെയ്ത രീതിയിൽ തന്നെയാണ് ആനിമൽസും എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം മറ്റേ ട്രാക്ടർ പോലുള്ള വണ്ടിയും അവിടെ കിടന്നൊരു കറുത്ത കാറും സ്വിഫ്റ്റും ഒമിനിയും നമ്മൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ അതും കൂടെ ഒക്കെ നമുക്കൊന്ന് വരുത്തിച്ച് നോക്കാം. അതിൻ്റെ ചീറ്റ് കോഡ്സും നമുക്കിതിൽ കാണാൻ നോക്കുന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചീറ്റ് കോഡ് ഓരോന്നായിട്ട് അടിച്ചു കൊടുത്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വേറൊരു വണ്ടി കണ്ടില്ലായിരുന്നു, അത് ലംബോർഗിനിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാനിരിക്കുന്ന മോഡലാണ്. അത് ഫസ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് 2 ആണ്. ലംബോർഗിനി തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാനിരിക്കുന്ന മോഡലാണ്. എനിക്ക് പേരറിയത്തില്ല. ഇനി നമ്മുടെ ഒമിനി വന്നിട്ടുണ്ട്. ഇടയ്ക്കൂടെ ഒരു ആഡ് വന്നായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നിർത്തിയത്. നമ്മുടെ ഒമിനി വന്നിട്ടുണ്ട്. നമ്മുടെ സ്വിഫ്റ്റ്, നമ്മുടെ പുതിയ മോഡൽ സ്വിഫ്റ്റ്, അതിൻ്റെ ചിക്കോളി 8 ആണ്. പുതിയ മോഡൽ സ്വിഫ്റ്റ്. പിന്നെ ഒരു ട്രാക്ടർ വന്നിട്ടുണ്ട്. അതിൻ്റെ സീറ്റ് കോഡ് 9 ആണ്. പിന്നെ നമ്മുടെ ആനയും വന്നിട്ടുണ്ട്. ആനയുടെ ചിക്കോടി 6 ആണ്. ഇവിടെ ആന വന്നിട്ടുണ്ട്. നമുക്ക് ഈ ട്രാക്ടർ ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് നമ്മൾ എടുത്തേല് എല്ലാ വണ്ടിയും നമ്മളൊന്ന് ഓടിച്ചു കാണിക്കുക. നമ്മൾ ഓൾറെഡി KGFൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒമിനി ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ ഒമിനി ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് ആ കറക്റ്റ് ഒമിനിയൊക്കെ ഓടിക്കുന്നൊരു ഫീല് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി നടക്കാം.
ഇനി നമുക്ക് നമ്മുടെ ലംബോർഗിനിയുടെ ലേറ്റസ്റ്റ് അതിൻ്റെ ചീറ്റ് കോഡ് 2 ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്നാലും കുഴപ്പമില്ല. ഇത് സ്റ്റിയറിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാൻഡിന് പോലെ സ്റ്റിയറിംഗ് വലിയ ഫുൾ റൗണ്ടില്ല. ഓക്കെ, നമുക്ക് ആനയും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അത് നമുക്ക് ആനയൊക്കെ വെടിവെച്ച് കൊല്ലാക്കും കേട്ടോ. നമ്മൾ ആനയുടെ ചീറ്റ് കോഡ് അത് തന്നെ 6 ആണ്. 9 നമ്മൾ 6 അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചീറ്റ് കോഡ് 1. നമ്മളിനി തോക്കെടുത്ത് വെച്ച് ദൂരോട്ട് മറിഞ്ഞിട്ടൊന്ന് വെടി വെച്ച് നോക്കാം. നമ്മളിപ്പം മിസൈൽ എടുത്തിട്ട് നമ്മുടെ സാധാ ഗണ്ണാണ് എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ഒരു വെടി വെച്ചാൽ മതി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. സാധാരണ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അത് നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടൊന്ന് വെച്ച് നോക്കാം. അത് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മുടെ മിസൈൽ എടുത്ത് ഓക്കെ, അങ്ങനെ അവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മോൺസ്റ്ററിനെയും ഈഗിൾ മോൺസ്റ്ററിനൊക്കെ ഇങ്ങനെയാണ് വെടിവെച്ചിരുന്നത്. നമുക്കെന്തായാലും ഈഗിൾ മോൺസ്റ്റർ ഒന്നുകൂടി എടുത്ത് അതിനൊന്ന് വെടിവെച്ച് നോക്കാം. ഞാനിങ്ങനെ വെടിവെക്കുന്ന പറഞ്ഞ് നിങ്ങളാരും റിപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾക്കത് ഗെയിമാണ്, അല്ല വേറൊന്നുമല്ല. നമ്മുടെ ഈഗിൾ മോൺസ്റ്റർ പുലിയുടെ പകുതിയും തല കഴുകൻ്റെ ആണ്. അങ്ങനത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ ഒത്തിരി വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.